ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണ കാർത്തികനെയാണ്. കാർത്തിക് അങ്ങനെ ഒരുക്കി റെഡിയാക്കി എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോഴേക്കും കല്യാണിയും അവിടുന്ന് മാറി നിൽക്കാണ്. കാദംബരി പറയണ്ട, ഇപ്പൊ ചേച്ചി സുന്ദരിയായിട്ടുണ്ട്. അപ്പോ ലക്ഷ്മി പറയണ്ട, ബ്യൂട്ടീഷ്യനെ വിളിക്കാത്തത് നന്നായി, കല്യാണിയെ നന്നായിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോ കാർത്തിക പറയുന്നുണ്ട്, അതിൽ ഞാൻ അമ്മയടുത്ത് പറഞ്ഞത് കാർത്തിക തന്നെ കല്യാണി തന്നെ ഒരുക്കിയാൽ മതിയെന്ന്. അപ്പോ കാദംബരി പറയുന്നുണ്ട് കേട്ടോ, അതെ അതെ, ബ്യൂട്ടി പാർലറുള്ള ആൾക്കാരെ ഇപ്പൊ വിളിച്ചിരുന്നെങ്കിൽ അവരിപ്പോ കൊളമാക്കി കയ്യിൽ തന്നാനേ, അവർക്ക് ഇഷ്ടമുള്ള പോലെ ഒരുക്കുള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ ഒന്നും അവര് ചെയ്യില്ല. ഇതിപ്പോ ചേച്ചിനെ കാണാൻ നല്ല രസമുണ്ട്. ബ്യൂട്ടി പാർലർ ആൾക്കാരൊന്നല്ല, ചേച്ചി അല്ലാതെ ആണോ ഒരു കോലത്തില് അവരവിടെ പ്രസന്റ് ചെയ്യുള്ളൂ. അത് ശരിയാ, ഇപ്പൊ നല്ല ഭംഗിയുണ്ട് മോളെ കാണാനായിട്ട് എന്നൊക്കെ പറയാണ്. അത് കേട്ടുകൊണ്ട് കല്യാണിയും അതുപോലെ തന്നെ കിരണും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ആഹാ, ചേച്ചിയുടെ എന്ത് ചെയ്ത് കൊടുക്കുക, ദേ ഞാൻ മേക്കപ്പ് ചെയ്ത് നല്ല സൂപ്പർ ആക്കിയിരിക്കുക, ചേച്ചിന് കൊളമാക്കല്ലേ. അപ്പൊ കാദംബരി പറഞ്ഞ, അയ്യോ മോളെ, ഞാൻ ഈ പിന്നേക്ക് ഒന്ന് കുത്തി കൊടുക്കായിരുന്നോ എന്ന് പറയണം. കിരണേ, ഞാൻ നിനക്കും ദക്ഷിണ തരും കേട്ടോ എന്ന് കാർത്തിക പറയുമ്പോ, എനിക്കെന്തിനാ ദക്ഷിണ തരേണ്ടത്? അല്ല, നീ എന്നെക്കാളും 3-4 വയസ്സ് മൂത്തതല്ലേ, അപ്പൊ നിനക്കും ദക്ഷിണ തരണ്ടേ? ഓ, അതൊന്നും വേണ്ടെന്നേ. അപ്പോ ലക്ഷ്മിയും പറയണ്ട്, അതെന്താ വേണ്ടാത്തത്? നീയും അവനെക്കാളും 2-3 വയസ്സ് മൂത്തതല്ലേ, അപ്പൊ എന്തായാലും നിനക്കും ദക്ഷിണ തരണം. എന്തായാലും നമുക്ക് ഇപ്പൊ ഒരു സെൽഫി എടുത്താലോ? അല്ല കാർത്തികേക്ക് ദിലീപ് വിളിച്ചിരുന്നോ എന്ന് കിരണ് ചോദിക്കാണ്. ഇല്ല, വിളിച്ചില്ല, തിരക്കായിക്കോലോ, ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാന്ന് വിചാരിച്ചു. നമുക്കൊരു സെൽഫി എടുക്കാം എന്ന് പറഞ്ഞിട്ട് കിരൺ ഇങ്ങനെ പിടിച്ചിട്ട് ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കാം കേട്ടോ. ആ സമയത്ത് കിരണിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. കിരൺ ഫോൺ എടുക്കുമ്പോ ദിലീപിന്റെ ഫ്രണ്ടാണ് കേട്ടോ. ഹലോ, ഇത് കിരൺ സാർ അല്ലേ? അതെ, ആരാ? എന്റെ പേര് ശരത് എന്നാ, ഇന്നലെ വീട്ടിൽ വന്നില്ല ദിലീപിന്റെ ഫ്രണ്ട്. പറയൂ. അതെ, കാർത്തിച്ചിയുടെ കൂടെ ഉള്ളതെങ്കിൽ ഒന്ന് മാറി നിൽക്കാവോ എന്നിപ്പോ ചോദിക്കാണ്. ശരി കല്യാണി, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കാണ് കിരൺ. ഹലോ, പറഞ്ഞോളൂ. അതെ, ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്. എന്താ പ്രശ്നം? അത് ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നതാ ദിലീപിന്റെ അച്ഛൻ. രാവിലെ ആയപ്പോഴേക്കും എഴുന്നേക്കുന്നില്ല, ചലനമില്ലായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് വന്നു, ഒരു അറ്റാക്ക് ആണ് എന്ന് പറയാണ്. പക്ഷെ ആള് പോയി. ഇത് ദിലീപിനെ എങ്ങനെ വിളിച്ച് നിങ്ങളെ പറയണോന്നറിയില്ല. ദിലീപ് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അതാ ഞാൻ വിളിച്ചു പറഞ്ഞത്. പിന്നെ ചടങ്ങ് നടക്കില്ലല്ലോ, അപ്പോ അവിടെ പറയണോല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ഷൂ, ഇത് ഞാൻ എങ്ങനെയാ ഇവിടെ പറയാ? അത് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യണം. ദിലീപിന് ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാണ് ഉള്ളത്, ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. അവിടെ അവർക്ക് എങ്ങനെ പറയണമെന്ന് ഞങ്ങൾക്കും അറിയില്ല. ശരിയെങ്കിൽ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ആള് ഫോൺ വെക്കാണ്. കിരണിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. കിരൺ പതുക്കെ കാർത്തികയുടെ അടുത്തേക്ക് ഒരുങ്ങുന്ന റൂമിലേക്ക് പോവാണ്. അവിടെ കാർത്തിക ഒരുത്തർക്ക് ദക്ഷിണ കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ആദ്യം കൊടുക്കുന്ന അമ്മൂമ്മക്കാണ്. അമ്മൂമ്മ പറയണ്ടത്, ദീർഘായുസോടെ ദീർഘസുമംഗലിയായിട്ടിരിക്കെ എന്ന് പറയണേ. എന്താ എന്റെ കണ്ണടയണ മുമ്പ് മോളുടെ വിവാഹമൊക്കെ കാണാൻ പറ്റിയല്ലോ എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട, അതെ അമ്മുമ്മേ, ഇനി കാർത്തിച്ചിയുടെ കുഞ്ഞിനൊക്കെ കണ്ടിട്ട് പോയാൽ മതി കേട്ടോ, അല്ല ഇപ്പൊ തന്നെ പോണോന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കരുത് കേട്ടോ എന്ന് പറയാണ്. മോളെ, കാർത്തികയുടെ വിവാഹം കാണാൻ പറ്റുന്ന മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ വയസ്സായ സ്ത്രീക്ക് ഇതൊക്കെയല്ലേ മോളെ ആഗ്രഹമുള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഒരു കുഞ്ഞെ പ്രസവിച്ചിട്ട് ഇതേ വേണ്ടെന്ന് വെക്കരുത് കേട്ടോ, 3-4 ഒക്കെ പ്രസവിക്കണം, വീട്ടിലെ കുഞ്ഞുങ്ങളെ കൊണ്ട് നിറയണം. ദേ നിൽക്കുന്ന കണ്ടില്ല നിന്റെ അനിയത്തിമാര്, കുഞ്ഞുങ്ങൾക്ക് 2-3 വയസ്സൊക്കെ ആവാനായി, എന്നിട്ട് ഒരിടത്തിന് മാത്രം വെച്ചോണ്ടിരിക്കുക എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട, അയ്യോ ആര് പറഞ്ഞു ഒന്നിനെ മാത്രം മതിയെന്ന്? കിരണേട്ടനെ കല്ലുമോനെ കളിക്കാനായിട്ട് ഒരു കുഞ്ഞാവ് കൂടി വേണോന്ന് പറഞ്ഞിരിക്കുക എന്ന് പറയാണ്. അപ്പോഴേക്ക് അമ്മ പറയണ്ട, അത് നിന്നെ ഒന്നാക്കണത് 4-5 ആക്കിക്കൂടെ എന്ന് പറയുമ്പോ, ഒന്ന് പോവാമ്മ എന്ന് പറഞ്ഞിട്ട് കല്യാണി ഇങ്ങനെ ചിരിക്കാട്ടോ. അതൊക്കെ കേട്ട് കിരൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ സമയത്ത് കാർത്തിക, കിരൺ എത്തിയല്ലോ, കിരണിനെ കൂടി ദക്ഷിണ തരാം. അയ്യോ വേണ്ട കാർത്തികെ, അതെന്താ, മോള് തരാന്ന് പറയണതല്ലേ, ദക്ഷിണ മേടിക്ക് കിരണേ എന്ന് പറയാണ്. ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാർത്തിക കിരണ ദക്ഷിണ കൊടുത്തിട്ട് കാലിലേക്ക് വീഴുമ്പോ കിരൺ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് ഇങ്ങനെ മാറ്റി നിർത്താട്ടോ. എന്നിട്ട് കല്യാണെടുത്ത് ഇങ്ങനെ കണ്ണുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പുറത്തേക്ക് വന്ന് കാണിക്കാണ്. എന്ത് പറ്റി കിരണേ എന്ന് ലക്ഷ്മിയമ്മ ചോദിക്കുമ്പോ, ഒന്നുമില്ല, കല്യാണി ഒന്ന് അപ്പുറത്തേക്ക് വന്നു പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് കിരൺ അപ്പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് കാദംബരിയും ലക്ഷ്മിയമ്മയും അതുപോലെ തന്നെ കാർത്തികൊക്കെ ചോദിക്കണ്ടേ, എന്ത് പറ്റി കല്യാണി, കിരണിന്റെ മുഖം ആകെ മാറിയല്ലോ, നേരത്തെ വരെ ഭയങ്കര തമാശയും പറഞ്ഞ് കളിച്ചിരി പറഞ്ഞിട്ട് ഇവിടെ നിൽക്കായിരുന്നല്ലോ, ഇപ്പൊ എന്താ പെട്ടെന്ന് മാറിയത്? എനിക്കറിയില്ല, ഞാനൊന്ന് പോയി നോക്കട്ടെ. എന്ത് പറ്റി കിരണേട്ട, എന്താ പ്രശ്നം എന്ന് കല്യാണി മാറ്റി നിർത്തി കിരണം ഇങ്ങനെ പറയാൻ വേണ്ടി നോക്കുമ്പോ കല്യാണി ചോദിക്കണേ, എന്താ കിരണേട്ട മുഖം ആകെ മാറിയല്ലോ? കല്യാണി, നീ എന്തിനാ കാർത്തികയെ കൊണ്ട് എനിക്ക് ദക്ഷിണ തരിപ്പിച്ചത്? അതെന്താ കിരണേട്ട കുഴപ്പം എന്ന് ചോദിക്കാണ്. അല്ല, അതൊന്നും വേണ്ടായിരുന്നു, ഈ കല്യാണമേ നടക്കുമെന്ന് ഉറപ്പൊന്നുമില്ല. എന്താ കിരണേട്ടൻ പറഞ്ഞത്? കല്യാണം നടക്കുമെന്ന് ഉറപ്പില്ലെന്നോ? അതേ കല്യാണി, ഒരു പ്രശ്നമുണ്ട്. എന്നെ ഇപ്പൊ പിടിച്ചത് ആ ദിലീപിന്റെ കൂട്ടുകാരനാ, ഇന്നലെ ഇവിടെ വന്നില്ലേ ശരത്ത്.
ആ പയ്യനെ എന്നെ വിളിച്ചത്. എന്താ എന്താ പറയണത്? അത് ഇന്നലെ ദിലീപിന്റെ അച്ഛനെ ചെറിയൊരു അറ്റാക്ക്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴേക്കും ആള് പോയി, ആള് മരിച്ചു എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ കല്യാണി ആകെ ഷോക്കാണ്. ഈശ്വര കേട്ടിട്ട് ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇങ്ങനത്തെ ഒരു ന്യൂസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. അതേ കല്യാണി, ഇത് ഞാൻ എങ്ങനെയാ അവിടെ വന്ന് പറയാ? ആ സമയത്ത് അവിടെ ദക്ഷിണയൊക്കെ കൊടുക്കണത്, നീ ഇത് എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് ഒന്ന് മനസ്സിലാക്കുക, പെട്ടെന്ന് വേണ്ട, പതുക്കെ പറഞ്ഞാൽ മതി എന്ന് പറയാണ്. കിരണേട്ടാ, ഞാൻ എങ്ങനെയാ പറഞ്ഞത്? കാർത്തിക ചേച്ചിയുടെ സന്തോഷം കണ്ടില്ലേ കിരണേട്ടാ? കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴേക്കും കാർത്തിക ചേച്ചിക്ക് ആകെ വിഷമമാകും. ഇനി നമ്മളിപ്പോ ഇപ്പൊ എന്താ കിരണേട്ടാ ചെയ്യാന്ന് കല്യാണി കേൾക്കുമ്പോ എങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയല്ലേ പറ്റൂ കല്യാണി. കല്യാണി എങ്ങനെയൊക്കെ ഒന്ന് പറ, ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് നിർത്തിവെക്കാൻ പറയട്ടെ. ഇനിയിപ്പോ ഇനിയിപ്പോ ആഘോഷങ്ങളൊന്നും നടക്കില്ലല്ലോ, അതുകൊണ്ട് എല്ലാ ആഘോഷങ്ങളും പെട്ടെന്ന് നിർത്തിവെക്കാൻ ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കിരൺ അപ്പുറത്തേക്ക് പോവാണ്. കല്യാണി അവിടെ ഇരുന്ന് കൊണ്ട് പൊട്ടിക്കരയാട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ വേലുവിനെയാണ്. വേലുവിന്റെ ഹരിയേട്ടൻ പറയുന്നുണ്ട്, ആ ഇനി വേലുവിന്റെ തേനൊക്കെ നാട്ടിൽ വന്ന് വിളിക്കണ്ടല്ലോ, തേനൊക്കെ മൊത്തമായിട്ട് എടുക്കാൻ കാർത്തിക കാട്ടിലേക്ക് വരും. പിന്നെ അവിടെ തേനൊക്കെ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നൊക്കെ മേടിച്ച് ശേഖരിച്ചു വെച്ചോട്ടോ. എല്ലാം നല്ല പൈസക്ക് തന്നെ കാർത്തിക എടുത്തോളൂ, നിങ്ങൾക്ക് നല്ല ലാഭവും കിട്ടും. ഇനി എന്തായാലും വേലുവിന്റെയും അതുപോലെ തന്നെ വേലുവിന്റെ മൂപ്പന്റെ ഊരിന്റെ ഒക്കെ എല്ലാം ഇത് വിധി മാറാൻ പോവാ. എല്ലാവർക്കും നല്ല ജീവിതം കിട്ടാൻ പോവാ. കാർത്തികേ, കല്യാണി അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്മിമയും കിരണൊക്കെ ഉണ്ടല്ലോ, ആരെങ്കിലും സ്നേഹിച്ചു കഴിഞ്ഞാലേ മനസ്സ് പറിച്ചു കൊടുക്കുക, അങ്ങനെയുള്ളവരാണ്. വേലൂരെ അമലിനൊക്കെ അവർക്ക് അത്ര ഇഷ്ടമായി, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അവർ എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിരൺ അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. കിരണിന്റെ മുഖം കാണുമ്പോൾ ഹരിയേട്ടൻ ചോദിക്കണ്ട, അല്ല കിരൺ സാറെ എന്താ മുഖമൊക്കെ ആകിയിരിക്കണത്? വേലുവും ചോദിക്കണ്ട, അതെ അതെ എന്താ കിരൺ സാർ എന്തു പറ്റി? വല്ലാത്ത വിഷമം പോലെ, എന്തു പറ്റി? അത് ഈ കല്യാണം ആഘോഷമൊന്നും ഇനി നടക്കില്ല. നടക്കില്ലെന്നോ? എന്തൊക്കെയാ കിരൺ സാറേ പറയണതെന്ന് ഹരിയേട്ടൻ ചോദിക്കുമ്പോ, അത് ദിലീപിന്റെ അച്ഛൻ മരിച്ചു എന്ന് പറയാണ്. അയ്യോ, ഇത് വല്ലാത്ത ഷോക്കായി പോയല്ലോ എന്ന് ഹരിയേട്ടൻ പറയുമ്പോ വേലു പറയണ്ട, അയ്യോ ഇനിയിപ്പൊ എന്ത് ചെയ്യും? കാർത്തിക ചേച്ചി ഇത് എങ്ങനെ സഹിക്കും? അതാടാ എനിക്കും അറിയില്ല കാർത്തിക അടുത്ത് എങ്ങനെ പറയുന്നു. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇത്രയും വർഷം നിൽക്കുമായിരുന്നു. ഞങ്ങൾ എല്ലാരും നിർബന്ധിച്ചില്ല കല്യാണത്തിന് സമ്മതിപ്പിച്ചത്. ഇപ്പോഴേക്കും ദിലീപിന് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പൊ ഈ കല്യാണം എങ്ങനെ നടക്കാനാ? ഈ കല്യാണമേ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിലീപിന്റെ വീട്ടുകാർക്ക് ചെറിയൊരു ഇഷ്ടക്കുറവ് ഉണ്ടായല്ലോ, ഇനിയിപ്പൊ ഇത് മതി, ഇനി കല്യാണം നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. ഇത് എങ്ങനെയെങ്കിലൊക്കെ എല്ലായിടത്തും പറയട്ടെ. എന്തായാലും ഒന്ന് കല്യാണത്തിന്റെ ആഘോഷമൊന്നും വേണ്ടട്ടോ, എല്ലാം നിർത്തി വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് കിരൺ അകത്തേക്ക് പോവാട്ടോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ ചന്ദ്രസേനെയാണ്. ചന്ദ്രസേനും ആകെ വിഷമിച്ച് കിടക്കുമ്പോ രൂപ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ലേ ചന്ദ്രേട്ടാ, ഈ വിവാഹം നടക്കില്ലെന്ന്. ഞാൻ അങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടിരുന്നു. ശരിക്കും അറ്റാക്ക് തന്നെയാണോ ചന്ദ്രേട്ടാ? അതോ ആ ഗംഗപ്രസാദ്? എനിക്കറിയില്ലടോ, റിപ്പോർട്ട് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. എനിക്ക് സംശയം ഇനി ഗംഗപ്രസാദ് ആയിരിക്കുമെന്നാ. കാരണം ദിലീപ് ഒന്നും ഇല്ലാത്ത സമയത്തല്ലേ അവൻ കാര്യം നടത്തിയത്. അപ്പോ അവൻ തന്നെ ആയിരിക്കും. എടോ, റിപ്പോർട്ട് വരാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നാ ചന്ദ്രസേനൻ പറയാണ്. ഷോ ഇനി കാർത്തിക എങ്ങനെ ഇത് സഹിക്കും? ആ വീട്ടുകാരെ എങ്ങനെ സഹിക്കും? ഒരു കല്യാണം നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വീട്ടിൽ മരണവാർത്തയാണല്ലോ ചന്ദ്രയായിട്ട് എത്തിയത്. ഇതെന്തൊരു അവസ്ഥയാണെന്ന് പറയാണ് രൂപ. ചന്ദ്രസേനൻ പറയണ്ട, അതേടോ എനിക്കും അതാ മനസ്സിലാവാത്തത്. പാവം, അവരൊക്കെ ഇത് എങ്ങനെ സഹിക്കും? ഷോ ഇതിപ്പോ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി പോയി. ഇനിയിപ്പോ ആ വിവാഹത്തിൽ തന്നെ അവര് പിന്മാറാനും ചാൻസ് ഉണ്ട്. അല്ല, ദിലീപിന്റെ വീട്ടുകാരെ കുറ്റം കൊണ്ട് കാര്യമില്ല. ഒരു ശത്രുതയില്ലാത്ത ഒരാളിപ്പോ അവരുടെ ശത്രുവായില്ലേ? ഇപ്പൊ അവർക്ക് നേരെ തിരിഞ്ഞില്ലേ? ഇതിനെ പിന്നിൽ ഗംഗപ്രസാദ് ആണെന്ന് എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വിവാഹം ഒരു നടക്കില്ലെന്നാണോ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രസേനും ആകെ വിഷമിച്ചിരിക്കാട്ടോ. അതിനുശേഷം കാണിക്കുന്ന അമലുവിനെയാണ്. അമലു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ആകെ വിഷമിച്ചിരിക്കുമ്പോ കാദംബരി വരുന്നുണ്ട്. കല്യാണം എവിടെ പോയി അമലു? അറിയില്ല, ഈ വീട്ടിലെല്ലാവർക്കും എന്ത് പറ്റി ചേച്ചി? എല്ലാരും ആകെ വിഷമിച്ചിരിക്കാനല്ലോ എന്ന് അമലു പറയുമ്പോ, എനിക്കും അറിയില്ല, എന്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ കല്യാണി റൂമിൽ പോയി കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ കാണുമ്പോ അപ്പ കരച്ചിൽ നിർത്തും. അപ്പോഴേക്കും അവിടേക്ക് ലക്ഷ്മിയമ്മ വരുന്നുണ്ട്. എന്തു പറ്റി കാതു? എല്ലാരും ആകെ വിഷമിച്ചിരിക്കാനോ? എന്താ കാര്യം? അറിയില്ല, എന്താ കാര്യമെന്ന്. ഞാനിപ്പോ കല്യാണിന്റെ റൂമിൽ പോയപ്പോ കല്യാണി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ലക്ഷ്മിയമ്മ പറയാണ്. എന്താ പ്രശ്നം? ഇനി ആ ഫോൺ വന്നത് ആരായിരുന്നു? ഇനി കല്യാണം നടക്കില്ലേ മോളെ എന്ന് ലക്ഷ്മിയമ്മ പറയുമ്പോ കാദംബരി പറയണ്ടേ, എന്താല്ലേ അമ്മയെ പറയണത്? കല്യാണം നടക്കില്ലെന്നോ? കല്യാണമൊക്കെ നടക്കും. അത് ദിലീപ് ഏട്ടൻ ഇന്നലെ രാത്രി വരെ ഇവിടെ ഉണ്ടായതല്ലേ, എന്താ പ്രശ്നം ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാം. ബൈ ബൈ.